വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് റോബ്ലോക്സ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് റോബ്ലോക്സ് കളിക്കാനാണ്. 99 സർവേയിലാണ് ഗൈസ് ഇന്ന് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ 99 എന്ന് ഇപ്പോൾ ഷോർട്ടായിട്ട് പറയാം. നമ്മുടെ കൂട്ടാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. നമ്മൾ മരം വെട്ടുകയാണിപ്പോൾ. മരം വെട്ടിക്കൊണ്ടിരിക്കുക. മരം വെട്ടി വീണ, പക്ഷെ ഒന്നും കാണുന്നില്ല. ക്ലിച്ചാണ്, ക്ലിച്ച്. അവനുണ്ട് എന്താണ്ട് എഴുതിയിട്ടുണ്ട്, റീഹാൻ എന്ന്. ഓക്കെ, നമ്മുടെ പേര് അങ്ങനെയാണ് ഇപ്പൊ ഇട്ടേക്കുന്നത്. കമ്മെന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. നമുക്ക് അവൻ്റെ കൂടെ പോകണ്ട. നമുക്ക് ഇവിടെ എല്ലാം നിൽക്കാം. അവന് നമുക്ക് ഇറച്ചി കയറി തന്നു. ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പോൾ പച്ച ഇറച്ചി ഇന്നുകൊണ്ടാണ് നമ്മുടെ ഹെൽത്ത് പറഞ്ഞത്. മറ്റേ നമ്മുടെ ടീമും ചോദിച്ചു. അപ്പോൾ അവൾക്ക് ടീമും കൊടുത്തും ചെയ്തു. നൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ക്യാമ്പ് ഫയർ കയറി. പിന്നെ നിങ്ങൾ പേടിക്കണ്ടേ, ഫസ്റ്റ് നൈറ്റ് നമ്മളെ അമ്മാനൊന്നും വന്ന് പിടിക്കുന്നില്ലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇറങ്ങി നടക്കാം. പാലാബീനായിട്ടാണ് നമ്മളിന്ന് കളിക്കുന്നത്. അതുകൊണ്ടാണ് അവർ റാക്കുളയുടെ ചിഹ്നം ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. റേഹാൻ കം ഹിയർ ബി ഹൗസ് എന്ന് പറഞ്ഞിട്ടേക്കുന്നത്. ആ പറഞ്ഞ 99 എന്ന് പറഞ്ഞ് എഴുതിയിട്ടിട്ടുണ്ട് അവൻ. അപ്പോൾ നമ്മൾ ഒരു കക്കൂസ് പോലത്തെ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ കതവ് തുറന്ന് ആണി കെട്ടി അത് നമ്മൾക്ക് ഇറക്കത്ത് പറക്കി വെക്കാം. പക്ഷെ പറക്കി വെക്കാൻ ഒക്കത്തില്ല. നമ്മുടെ ചാക്കൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഇറച്ചിയൊക്കെ താഴെ കിടന്ന് അതെല്ലാം നമ്മൾ പറക്കിയെടുത്തു. പിന്നെ ഇവിടെ നമ്മളിത് നട്ട് വെക്കുകയാണ്. അതാകുമ്പം വലിയ കരുപ്പില്ല. നമ്മളെ കുറുക്കം വന്ന് കടിക്കാൻ വരുന്ന നമ്മൾ ഓടുകയാണ്. നമ്മുടെ പുറകെ കുറുക്കനെ കാണുന്നില്ല. നമ്മുടെ ഹെൽത്തും കുറയുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മളൊരു മാലാകെ കണ്ട്. ഇറച്ചിയൊക്കെ കിടന്ന് നമ്മളൊന്നും എടുത്തില്ല. പിന്നെ നമ്മളിങ്ങനെ പോവുകയാണ്.
നമ്മൾക്കൊന്നും പറയാതെ ഇനി കളിക്കാം ഗൈസ്. ഇനി നിങ്ങൾ കണ്ടോളൂ, നമ്മൾ പറഞ്ഞ് പിന്നെ കുഴപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ മറ്റേ മഞ്ഞുകാലത്തിലുള്ള കുറുക്കനെ തല്ലിക്കൊല്ലി ഫോൺ ഹാങ് ആയതുകൊണ്ടാണ് അനങ്ങാതിരിക്കുന്നത്. അതാണ് നമ്മളവിടെ എന്തോ ഏരിയ കണ്ടു, നമ്മളൊന്നും തപ്പുന്നില്ല, നമ്മളങ്ങ് പോയി. അതാണ്ട് നമ്മുടെ കൂട്ടുകാരെ താണ്ട് ഇവിടെ നിൽപ്പുണ്ട്. അവൻ കരഞ്ഞു ചിരിക്കുന്ന സ്മൈലി ഇട്ട് നമ്മൾ അതിനനുസരിച്ചിടാൻ പോവുകയാണ്. ഹലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കിൻ എങ്ങനെയുണ്ട് ഗൈസ്? കാണാൻ സൂപ്പറാണോ എന്തോ എനിക്കറിയത്തില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളൊന്ന് പറയൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് ഇനി അടുത്ത നല്ല അളിഞ്ഞ വീഡിയോ എനിക്കത്തുള്ളൂ ഗൈസ്. ഭയങ്കര ഹാങ്ങേഴ്സ് ഫോണ്, നമ്മളൊന്നും കിട്ടുന്നില്ല, ഫുൾ ഹാങ് ആയതുകൊണ്ടാണ്. എൻ്റെ അടുത്ത് ഐ ലവ് യു ചോദിച്ചപ്പോൾ അവൻ അവിടെ അടങ്ങിയിരിക്കുന്നത്, അവന് അനങ്ങുന്നില്ല. ഫോണ് നെറ്റ് പോയതാണോ എന്നൊരു സംശയം. ഇവിടെ കൂട്ടാൻ സ്റ്റക്കായി നിൽക്കുകയാണ്. നമ്മൾ മറ്റേ അവിടെ ഒന്ന് പോയി നോക്കുകയാണ്, എന്തുവാണെന്നുണ്ടെന്ന് നോക്കാം. എൻ്റെ അമ്മച്ചി, എന്തുവാ നിങ്ങൾ കണ്ടല്ലോ ഗൈസ്, മിസ്റ്റിങ് നമ്മുടെ അമ്മമാർ നമ്മുടെ പുറകെ വരുന്നുണ്ട്. നമ്മൾ നേരെ ക്യാമ്പ് ഫയറിലോട്ട് പോവുകയാണ്. ഒടുക്ക താങ്ക്സ്. തടിയെല്ലാം വെട്ടി പറക്കിയെടുക്കുകയാണ്. ആരോ നമ്മളിപ്പം വിളിക്കും ഗൈസ്. മെസ്സേജ് ആയിരിക്കും, വിളിക്കില്ല. വിളിക്കുന്നൊരു മെസ്സേജേ വന്നുള്ളൂ. നമ്മുടെ കൂട്ടുകാരൻ അവിടെ നിൽക്കുന്നുണ്ട്. അവനോണ്ട് എന്തോ കമന്റ് ഇട്ടിട്ടുണ്ട്, നോക്കട്ടെ. അപ്പത്തേനങ്ങ് പോയി ഗൈസ്, വായിക്കാൻ സമയം തന്നില്ല. ഇതാണ് തലതിരിഞ്ഞ മരമെട്ടൽ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു നല്ലൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. 99 പെട്ടെന്ന് അമ്മാരെ കൊല്ലാനായിട്ട് നല്ലൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്
നമ്മൾ കുറേ മരങ്ങൾ വെട്ടണം. കുറേ മരങ്ങൾ വെട്ടി അതിൻ്റെ സാപ്ലിംഗ് എല്ലാം എടുത്ത് നമ്മുടെ തീയുടെ ചുറ്റിന് ഫുള്ള് നട്ട് വെച്ച് അത് കിളിപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് എന്തെടുക്കണമെന്ന് ചോദിച്ചെങ്കിൽ അതിൻ്റെ ചുറ്റും മറ്റേ നമ്മുടെ ട്രാപ്പ് വെക്കുക. ആ ട്രാപ്പ് വെക്കുമ്പോൾ അമ്മാര് കയറുമ്പോഴേക്കും അമ്മാര് ചത്തു വെക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കുറേ നമുക്ക് ഡേയ്സ് സർവൈവ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നമ്മുടെ ബുദ്ധിപരമായിട്ടാണ് നമ്മൾ അങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒക്കത്തില്ല. നമ്മൾ ഒറ്റയ്ക്ക് മരം വെട്ടി ഏതായാലും അത്ര എത്തത്തില്ല. അതുകൊണ്ട് നമുക്ക് വേറെ ആരെങ്കിലുമൊക്കെ വെട്ടിയാലേ നമുക്ക് അത്ര ഇതാവത്തുള്ളൂ. നമ്മുടെ ഫുഡിൻ്റെ കാര്യം തീരുമാനമായി. അപ്പോൾ നമ്മൾ ഫുഡ് തീരുന്നതാണ് നമ്മൾ ചാവുന്നത്. ഇപ്പം നമ്മൾ ഫുഡിൻ്റെ കാര്യം നമ്മൾ ആലോചിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഇത് വീഡിയോ എടുത്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പം നമ്മൾ ചാവുന്നതായിരിക്കും. എനിക്ക് സ്വയമായിട്ട് പോയി ഫുഡ് എടുത്താൽ എന്തുവാണോ എന്തോ. പോയി ഫുഡ് വേണമെങ്കിൽ എടുക്കടാ ചെറുക്കാ. നമ്മുടെ ഹെൽത്ത് പറഞ്ഞ് നമ്മളങ്ങനെ ചത്തിരിക്കുന്നു ചത്ത് നമ്മളവൻ എടുത്തുകൊണ്ട് പോകും ഗൈസ്. നമ്മുടെ ലൈനാണ് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത്. അവൻ നമ്മുടെ തൈലാവിന്ന് ചോദിച്ചായിരുന്നു. നമ്മുടെ അവൻ ചോദിച്ചായിരുന്നു. നിങ്ങൾ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവൻ്റെ കയ്യിൽ മറ്റേ എറിയുന്ന പിച്ചാത്തിയുണ്ട്. അതുകൊണ്ടാണ് എല്ലാത്തിനെയും കൊല്ലുന്നത്. ഭയങ്കര പവർമാനാണ് അവൻ. അതുകൊണ്ട് അടുത്ത ആൾ വന്ന് അവൻ കൊന്നു. ഭയങ്കര ഇതുള്ളവനാണ്. ഭയങ്കര പവർ വൈസ്. പെട്ടി അവൻ തുറക്കുന്നു, ഞാനും തുറക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് തുറന്നാലും ഒന്നും കിട്ടത്തൊന്നുമില്ല. അവൻ തുറന്നിട്ട് അവൻ എന്താണ്ട് കിട്ടി. ഇനി അവനെ മറ്റേ ഇതിൻ്റെ മണ്ടയ്ക്ക് പോകും. മറ്റേ എന്തായിരുന്നു അതിൻ്റെ മണ്ടയിലോട്ട് അവൻ പോകുന്നതായിരിക്കും. ഇപ്പം പോവും. നമ്മുടെ ഫോൺ സ്റ്റക്കായതുകൊണ്ടാണ് ഇങ്ങനെ അവനെ കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ അവിടെ പോയി അവനെ എന്തെങ്കിലും കിട്ടുമോ എന്താ. അവനെന്തോ മെഡിക്കറ്റാണ് കിട്ടുന്നത്. മെഡിക്കറ്റാണല്ലോ ഗൈസ്. ആർക്കോ മെഡിക്കറ്റ് കിട്ടി ഗൈസ്. ആർക്കോ മെഡിക്കറ്റ് കിട്ടി. ഇവനാണെന്നാ തോന്നുന്നത് ഗൈസ് മെഡിക്കറ്റ് കിട്ടിയത്. ഇവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. അമ്മാർ ഇതായിരിക്കും പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ കറക്കി നോക്കുവാണ്. അമ്മാര് പോയിട്ടുണ്ട് സംഭവം. പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ അവൻ ഇവിടെ നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നത്തുള്ളൂ. അവനങ്ങനെ പോവാറായിട്ടൊന്നും ഇല്ല. അവൻ പോട്ടെ. നമ്മൾക്കിവിടെ അങ്ങണ്ട നമ്മളവനും താരിട്ട് താരക്കി. അപ്പം നമ്മൾക്ക് ജീവൻ വന്നിട്ടുണ്ട്. അവൻ എനിക്ക് മെഡിക്കറ്റ് തന്നു. കണ്ടോ എൻ്റെ സൈഡ് ഹെൽത്തൊക്കെ കണ്ടല്ലോ. പക്ഷേ അതാണ്ട് നമ്മളവിടെ വന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ച് ഇവനാ തന്നേന്നാണ് വിചാരിച്ചത്. പക്ഷെ അവനല്ല, മറ്റവനാണ് നമുക്ക് മെഡിക്കറ്റ് തന്നത്. അപ്പം
നമ്മൾ ഇങ്ങനെ പെട്ടി തുറക്കുകയാണ്. നൈറ്റായി ഇന്ന് അമ്മാര് വരുന്നതായിരിക്കും കേസ് ഈ നൈറ്റിൽ. അപ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണ്. എല്ലാവരും അലർട്ടായിട്ട് ഇരിപ്പുണ്ട്. ദാണ്ട് ഇവിടെ വന്ന് നമ്മളെ കൊല്ലും ഗൈസ്. നമ്മൾ ഈസി ചാവുന്ന തോന്നുന്നു. ഒരാളെ കൊന്ന്, 2 പേരെ കൊന്ന്. എല്ലാരെയും കൊന്നിട്ടുണ്ട് ഗൈസ്. വീണ്ടും നമ്മൾ മരം വെട്ടുകയാണ്. ഓക്കെ നമ്മൾ നൈറ്റായിട്ട് കറങ്ങി നടക്കുകയാണ്. ചോദിക്കുക ബാക്കി നമ്മൾ കണ്ടില്ല. ഓക്കെ നമ്മൾ പറഞ്ഞ അവൻ്റെ കൂടെ പോകാൻ പറഞ്ഞാണ്. വേണ്ട അവന് ഇവിടെയാണ് എൻ്റെ കൂടെ വരുമെന്നാണ് ചോദിച്ചത്. നമ്മൾ പോകുമെന്ന് എനിക്കൊരു സംശയം. ഇല്ല, നമ്മളവിടെ പോകത്തില്ല. എന്താണ് ചെറുക്കൊന്ന് പോടെ ചെറുക്കുക. അവിടെ ഒരു ഷോ കാണിക്കാതെ ഷോയെ കേസ് നമ്മൾക്ക് തണ്ണിമത്തങ്ങ തിന്നാൻ പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്കിപ്പോൾ ഒന്നും തിന്നാൻ നോക്കുന്നില്ല. ഫോൺ ഹാങ്ങായിരിക്കുന്നത്, അതുകൊണ്ടൊന്നും തിന്നാൻ നോക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോഴും വീണ്ടും ചാവുകയാണ്. ഗേസിനെ നമ്മൾ ടാങ്കില്ലാതാണല്ലോ ഇവരെ കളിക്കാൻ നോക്കാം. ഗേസ് നമ്മൾക്ക് തിന്നാൻ എന്തെങ്കിലും ആഹാരം കൊടുക്കാനാണ് നമ്മൾ മെഡിക്കറ്റ് തരുമെന്നാണ് നമ്മൾ ചോദിച്ചത്. എന്തൊക്കെയാണ് നമ്മൾ അടിച്ചു കൊടുക്കുക. എന്തായാലും നമ്മൾ ക്യാരറ്റിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. ക്യാരറ്റിൻ്റെ ചിഹ്നം ഇട്ട് കൊടുത്തത് നമ്മൾ ഡൊട്ട് ചെയ്ത് അരക്കിടന്നു. കേസ് അങ്ങനെ നമ്മൾ അരക്കിടക്കുകയാണ്. ഭയങ്കര ഹാങ് ആയതുകൊണ്ട് നമ്മൾ എവിടേക്കോ വന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ എന്താണ്ട് അമ്മ അയച്ചു. അബി എന്നാണ് ഇട്ടിരിക്കുന്നത്. അബി കം ടു ദ പാക്കിംഗ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമ്മൾക്ക് മെഡിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ചോദിച്ചു. നമ്മുടെ സാപ്ലിങ് എടുക്കുന്ന അവിടെയാണ് നമ്മളിപ്പോൾ വന്ന് കിടക്കുന്നത്. നമ്മൾ ഇറങ്ങാൻ നോക്കുകയാണ്. ഓക്കെ ഇറങ്ങിയില്ല. ഫുൾ ഹാങ്
സെറ്റൊക്കെ ആയി. മെഡിക്കറ്റ് വരുമെന്നാണ് നമ്മൾ ആദ്യത്തെ ചിഹ്നം ഇട്ടേക്കുന്നത്. മെഡിക്കറ്റ് ക്യാരറ്റ് അങ്ങനെ ഇട്ട് കൊടുത്ത് ഉമ്മയും കൂടെ ഇട്ട് കൊടുത്ത് എന്താണ്ട വന്ന് കിറ്റിൻ്റെ ആണോന്ന് സംശയം. എന്താണ് മറ്റേ സ്മോൾ എന്താ സാധനം ഉണ്ടല്ലേ, മഞ്ഞുവാനില്ലേ, അതെന്നെ കാണിച്ചേക്കുന്നത്. നമ്മൾ വേറെ ഒരുത്തനും ഡെറ്റായി, വേറെ ഒറ്റൊരാളും കൂടെ ഉള്ളു ഇനി നമ്മുടെ കൂടെ കളിക്കാൻ. ഓക്കെ, അങ്ങനെ നമ്മൾ ഗെയിമിൽ നിന്ന് എല്ലാവരും, നമ്മൾ മാത്രമല്ല എല്ലാവരും വെളിയിൽ നിന്ന് നമ്മുടെ കൂട്ടാണ് നമ്മളല്ല. അതിനൊന്നും അല്ല, എന്നാലും ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിനടുത്ത് ചോദിച്ചു വന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇങ്ങനെ കയറി. അപ്പം എല്ലാവരും ഞാനും കയറാൻ നോക്കി, പക്ഷെ എനിക്ക് ഒക്കുന്നില്ല. എൻ്റെ ചെറുക്കനായി ഇറങ്ങി വന്നേ, എൻ്റെ കൂട്ടുകാരനവിടെ നിൽപ്പുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ നിന്ന് അടുത്ത ഇവിടെയും കൂടെ കയറാൻ നോക്കാൻ പറ്റി, പക്ഷെ അത് കയറുന്നൊന്നുമില്ലേ. കയറി എന്തോ ഭയങ്കര ആങ്ങി ഫോണിന്. അപ്പം നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ അടുത്ത സൈഡിൽ കയറാൻ നോക്കി, അവിടെയും കയറാൻ നോക്കുന്നില്ല. അങ്ങനെ അപ്പം നമ്മുടെ ഏതൊരു കൊച്ചാണ് നമ്മൾ മുമ്പിൽ നിൽപ്പുണ്ട്. അതിനെ നമ്മൾ ചുമ്മാ നോക്കിക്കഴിഞ്ഞാൽ ചാടി കാണിച്ചു ജമ്പിങ്. അപ്പം ഗേസ് അങ്ങനെ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇത്ര ഉള്ളു ഗേസ്. അപ്പോൾ ഇഷ്ടപ്പെട്ട അപ്പോൾ നമ്മുടെ കൂട്ടുകാരനായിട്ട് എന്തോ കമൻ്റ് ഉണ്ട് ഇടുകയാണ്. അപ്പം കമൻ്റ് ഇട്ട് നമ്മൾ വേറെ അടുത്ത പുതിയ നല്ല അഴിയാത്ത നല്ല സിറ്റി റോബ്ലോക്സിൻ്റെ ഗെയിമായിട്ട് വരും ഗേസ്. അപ്പം നമ്മൾ ഗേസ് അപ്പം നമ്മളിങ്ങനെ നിൽക്കുക. അപ്പം ഗേസ് നമ്മൾ എന്താണ്ട കമൻ്റൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഐ ലവ് യു, മറ്റേ ഇതായിരുന്നു ഫയർമാൻ്റെ ഇത് വരുത്തരുത്, പിന്നെ ഒരു ചിരിക്കുന്ന സ്മൈലിയോ ഒരു മരുന്ന് അങ്ങനെയുള്ള, പിന്നെ ഉമ്മ എന്ന് പറയുന്ന കുറേയൊക്കെ ഇട്ട് ചുമ്മാ നമ്മൾ ഇട്ടുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് കയറി ഇങ്ങനെ കറങ്ങി ചാടുകയാണ് ഗേസ്. ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഗേസ് നമ്മുടെ വീഡിയോ അപ്പം ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ല വീഡിയോ കാണുന്നവർക്കും എല്ലാം കൂട്ടുകാർക്കും ബൈ ബൈ ഗൈസ്. അപ്പം നമ്മൾ അടുത്ത് നല്ല ആളില്ലാത്ത നല്ല സെറ്റ് ഗെയിമായിട്ട് വരുന്നവരിക്കും എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ബെല്ലൈക്കും കൂടെ അടിച്ച് വെച്ചിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങളുടെ ഫോണിൽ വരുന്നേക്കും. അപ്പം പുതിയ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.